ഇത്ര നേരം കൊണ്ട് വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്ത? പറയടി. എത്ര വട്ടം വിളിച്ചു, നീ എന്താ എടുക്കാഞ്ഞ? ഞാൻ അമ്മയായിട്ട് വിളിക്കുന്നേ. അതാ നിനക്ക് എപ്പോഴും എന്തെങ്കിലും എക്സ്ക്യൂസ് കാണുമല്ലോ, നീ ജോലി ഇല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറഞ്ഞ്. അതിലിപ്പോ എന്തോ, അതെന്റെ അമ്മയല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, സത്യത്തിൽ നിന്റെ പ്രശ്നം എന്തെന്നറിയാം. നീ അമ്മയടുത്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നീ അമ്മയോട് സംസാരിക്കുന്നില്ല. നീ എന്തോ ഉദ്ദേശിക്കുന്നേ? നിന്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട്, അതെന്തൊക്കെയാ നിനക്കറിയാവോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. എങ്കിലേ ഒന്ന് പോയി ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലടാ. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ജീവിച്ചങ്ങ് പോകണം. അതല്ല അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണമെന്നോ എവിടെങ്കിലും പോകണമെന്നോ എന്തെങ്കിലും പറ. അങ്ങനൊന്നും ഇല്ലടാ. പിന്നെ ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതിന് നടക്കത്തുമില്ല. അതെന്തോ അമ്മ? നിന്റെ അച്ഛനും ഞാനും ഒളിച്ചോടി പോയ വിവാഹം കഴിച്ച, അത് നിനക്കറിയാല്ലേ? രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹം കഴിഞ്ഞപ്പം അച്ഛൻ്റെ വീട്ടിലും കയറ്റത്തില്ല, എൻ്റെ വീട്ടിലും കയറ്റത്തില്ല. നിന്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കില്ലയോ, അന്നേരം എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നും. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛനറിയാതെ ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് കയറി ചെന്നു. എൻ്റെ അടുത്ത് ആരായിരുന്നു ഈ വീട്ടിൽ വരാന്? നീ എൻ്റെ മോളും അല്ല, നീ എൻ്റെ ആരും അല്ല, നീ ഇവിടെ വരികയും വേണ്ട. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ അത്ര സ്നേഹമില്ലല്ലേ? എടാ, ഏതെങ്കിലും അമ്മമാർക്ക് സ്വന്തം മക്കളോട് സ്നേഹം ഇല്ലാതിരിക്കുവോ? പിന്നെന്താ? എടാ, അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. സ്നേഹത്തിനേക്കാളും സന്തോഷത്തിനേക്കാളും വലുതായിട്ട് ഒന്നുണ്ടെന്ന്. അതെന്തോന്ന് പറഞ്ഞിട്ട് പോ. അതാണ് ആത്മാഭിമാനം. ഞാനെന്ന മോളക്കാലി എൻ്റെ അമ്മയ്ക്ക് വലുതേ വാശിയും ദേഷ്യവും വൈരാഗ്യവും. അതിനി എത്ര മാറ്റാലും മായത്തില്ല.